Hi everyone, GIB chemistry questions. See the first one, Raoult's law is obeyed by each constituent of a binary solution when binary solutions Raoult's law obey ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ideal solutions ആവണമെങ്കിൽ നമുക്കറിയാം നമ്മൾ A and B എന്ന് പറയുന്ന രണ്ട് പേരെയാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ their attraction should be similar. കാരണം ഇത് റിസൾട്ട് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് AB interactions ആണ്. So the identical molecules in the attractionsum unlike molecules in the attractions force of attraction should be identical. Therefore your answer will be C here. Calculate the mass of a non-volatile solute. Mass of non-volatile solute having the molecular mass 40 which should be dissolved in solvent നമുക്ക് തന്നിരിക്കുന്നു 57 gram octane ആണ്. Octane എന്ന് പറഞ്ഞാൽ it is C8H18 ആണ്, which will give you 114 molecular mass to reduce its vapor pressure to 80%. അപ്പൊ നേരത്തെ നമ്മുടെ കയ്യിലുള്ള ആളുടെ അല്ലെങ്കിൽ ഒക്ടേനിന്റെ വേപ്പർ പ്രഷർ 100 ആണെങ്കിൽ പുതിയ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ 80 ആയിട്ട് മാറിയിരിക്കുന്നു. സോ വി നോ ദി ഇക്വേഷൻ P0A minus PA by PA is equal to NB by NA. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 100 minus 80 by 80 is equal to number of moles of B എന്ന് പറയുന്നത് mass of solute by molar mass of solute divided by mass of solvent by molar mass of solvent ആണ്. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. സോ ദിസ് ഈസ് 20 by 80 is equal to WB by 14 to 114 by 57. ഇത് 1 by 4 ആണ്, 4 പോയി 10 ആയി. So mass of solute is equal to 570 by 114 which is 5 gram. So your answer will be option B. അടുത്ത ചോദ്യം ഇതാണ്. In a 0.2 molar solution, molality തന്നിരിക്കുകയാണ്. Molar solution of a weak acid HX എന്ന് പറയുന്ന weak acid ആണ് എന്ന് പറഞ്ഞാൽ അതിൽ H plus and X minus എന്ന് പറഞ്ഞ മാക്സിമം 2 അയോണുകളെയാണ് അവർ ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് തരിക. With a degree of dissociation 0.25. The freezing point of the solution ആണ് കണ്ടുപിടിക്കേണ്ടത്. Freezing point delta TF is equal to depression in freezing point delta TF is equal to I into KF into M. ആദ്യം I കണ്ടുപിടിക്കണം. For dissociation I is equal to 1 plus n minus 1 into alpha എന്ന് നമുക്കറിയാം. So this is 1 plus n എന്ന് പറയുന്നത് maximum 2 particles ആണ്. So this is 1 plus alpha or 1 plus 0.25. അപ്പൊ I നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Delta TF is equal to I into KF is given 1.86 into molality 0.2 ആണ്. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നു. നമുക്കിത് സോൾവ് ചെയ്യുന്ന സമയത്ത് 0.465 എന്ന ആൻസർ കിട്ടും. ഇത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. സോ വാട്ട് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെയാണ് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ്. സോ 0 മൈനസ് നമ്മൾ ചെയ്താൽ ഇറ്റ് ഈസ് മൈനസ് 0.465 ഡിഗ്രി സെൽഷ്യസ്. Therefore your answer will be option D. Which of the following plots will be obtained for the conductometric titration of a strong acid against a weak base? അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എഴുതിയിരിക്കുന്നത് വോള്യൂം ഓഫ് ആൽക്കലൈൻ സൊല്യൂഷൻ ആണ്. അപ്പൊ വീക്ക് ബേസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എഗെയിൻസ്റ്റ് ദി കണ്ടക്ടിവിറ്റി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്. ഈ ബീക്കറിൽ ഞാൻ എടുത്തിരിക്കുന്നത് സ്ട്രോങ് ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ് ആണ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നത്. സ്ട്രോങ് ആസിഡ് എടുത്തിട്ട് ഇതിലേക്കല്ലേ വീക്ക് ബേസിന് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ വോള്യൂം ഓഫ് വീക്ക് ബേസ് എന്നുള്ളത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ തന്നിരിക്കുന്നത്. സോ യു ഹാവ് സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ആസിഡിന്റെ കേസിൽ ഇനീഷ്യലി യു നോ ദാറ്റ് ബീങ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ദേ വിൽ ഹാവ് മാക്സിമം അയോൺസ് ഡിസോൾവ്. അതുകൊണ്ട് അവരുടെ കണ്ടക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. അപ്പൊ ഇനീഷ്യലി you have maximum ions, therefore their conductivity will be maximum. Maximum conductivity അവർക്ക് കിട്ടി. അതുകൊണ്ട് എനിക്ക് മാക്സിമം കണ്ടക്ടിവിറ്റി ഉള്ള ഒരു പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇനി എന്താണ് വീക്ക് ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കാം. സോ വി ആർ ആഡിങ് എ വീക്ക് ബേസ്. അപ്പൊ എന്റെ കയ്യിലൊരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടി വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ HCl ഉം NH4OH ഉം കൂടി വരുമ്പോഴേക്ക് എനിക്ക് സോൾട്ട് കിട്ടി, NH4Cl plus H2O. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ട്രോങ് ആസിഡുകള് ദേ ആർ ബീങ് കൺസ്യൂംഡ് ബൈ വീക്ക് ബേസ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന അയോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. Therefore conductivity decreases. സ്ട്രോങ് ആസിഡ് മാത്രം ഉണ്ടായിരുന്നപ്പോഴുള്ള കണ്ടക്ടിവിറ്റി അല്ല, കണ്ടക്ടിവിറ്റി ഇനി ഷാർപ്പായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന
ഇൻക്രീസ് ചെയ്യുന്ന ഗ്രാഫ് അല്ല, ഡിക്രീസ് ചെയ്യുന്ന ഗ്രാഫ് നമ്മൾ സെലക്ട് ചെയ്യണം. രണ്ട് ഗ്രാഫുകളുണ്ട്, എയും സിയും. നൗ അറ്റ് ദി എൻഡ് പോയിന്റിൽ ഇത് കംപ്ലീറ്റ് ന്യൂട്രലൈസ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും ഞാൻ വീക്ക് ബേസിനെ ആഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ NH4OH ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ എന്റെ സൊല്യൂഷൻ എൻഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ആസിഡിന്റെയും ബേസ് ബാലൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്ട്രോങ് ആസിഡിനെ എല്ലാം ബേസ് ബാലൻസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ സോൾട്ട് മാത്രമായിരിക്കും ബീക്കറിൽ ബാക്കി ഉണ്ടാവുക. ബിക്കോസ് ദർ ഇസ് ന്യൂട്രലൈസേഷൻ ഹാപ്പനിങ്. ഇതിലേക്കാണ് ഞാൻ ഇനി വീക്ക് ബേസിനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വീക്ക് ബേസും ഇൻ പ്രസൻസ് ഓഫ് ദെയർ സോൾട്ടും എപ്പോഴും നമുക്കൊരു ബേസിക് ബഫർ ഉണ്ടാക്കും. ബഫർ എടുത്തു കഴിഞ്ഞാൽ, ബഫറിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി അറിയാം, അതിന്റെ കണ്ടക്ടിവിറ്റി വളരെ സ്ലോലി മാത്രമായിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്കറിയാം. സോ എനിവേ, വീക്ക് ബേസിനെ ഓൺ ഫർദർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഷാർപ്പ് ഇൻക്രീസ് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഷാർപ്പ് ഇൻക്രീസ് കാണണമെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. വീക്ക് ആണ് ഇപ്പൊ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സി ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ Fe എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്, അത് മറ്റൊരു മെറ്റൽ അയോണിനെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ റിയാക്റ്റീവ് ആയിരിക്കണം. അപ്പൊ എന്റെ കയ്യിൽ Fe ഉണ്ട്, Fe മറ്റൊരു മെറ്റൽ അയോണിനെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ Fe ഷുഡ് ബി മോർ റിയാക്റ്റീവ്. റിയാക്റ്റീവ് മെറ്റൽസ് ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദിയർ സൊല്യൂഷൻസ്. നൗ ഇഫ് യു കൺസിഡർ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ്, നമുക്കറിയാം അതില് ഏജിക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. ദെൻ യു ഹാവ് അയൺ, സിങ്ക് ആൻഡ് സോഡിയം. ഇതാണ് E0യുടെ വാല്യൂ. അഥവാ റിയാക്ടിവിറ്റി കൺസിഡർ ചെയ്താൽ സോഡിയം ആണ് മോർ റിയാക്റ്റീവ്. കാരണം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ളവരാണ് റിയാക്റ്റീവ് മെറ്റൽസ്. അപ്പൊ റിയാക്ടിവിറ്റി നോക്കിയാൽ ഇതാണ് ഓർഡർ. നമുക്കറിയാം Fe എന്ന് പറയുന്നയാൾ ആരെക്കാൾ മാത്രമേ റിയാക്റ്റീവ് ആയിട്ടുള്ളൂ? Ag മാത്രമേ റിയാക്റ്റീവ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് സിൽവറിന്റെ കൂടെ അല്ലെങ്കിൽ സിൽവർ അയോണുകളെ ഡിസ്പ്ലേസ് ചെയ്യാൻ Feക്ക് സാധിക്കും. A solution containing H plus and D plus ions is in equilibrium with a mixture of H2 and D2 gases at 25 degrees Celsius എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ if the partial pressure of both gases are 1 atm, find the ratio of D plus by H plus ആണ് ചോദ്യം. Given that E0 D plus bar D2, അതായത് ഡ്യൂട്ടീരിയം അയോണുകൾ ബാർ D2 അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇരിക്കുന്നു. ഒന്ന് D plus bar D2ന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.003 ആണ്, അഥവാ -3 × 10⁻³ വോൾട്ട് ആണ്. നമുക്കറിയാം ഷീയുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഷീയെ സംബന്ധിച്ച് അത് 0 ആണ്. അപ്പൊ രണ്ടാൾക്കാരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് കിട്ടിയാൽ നമുക്ക് പറയാൻ കഴിയില്ല ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് എന്നുള്ളത്. E0 വാല്യൂ കൂടുതലുള്ളയാൾ കാഥോഡായിട്ടും E0 വാല്യൂ കുറവുള്ളയാൾ ആനോഡായിട്ടും ആക്ട് ചെയ്യും. മാത്രമല്ല ആനോഡിൽ ഓക്സിഡേഷൻ നടക്കണം. സോ ദ റിയാക്ഷൻ ഷുഡ് ബി D2വിന് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ടാവണം, കാഥോഡിന് റിഡക്ഷൻ നടക്കണം. അപ്പൊ കാഥോഡിലുള്ള റിയാക്ഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്, H+ H2 ആയിട്ട് മാറുന്നു. സോ നിലവിൽ നമ്മൾ ഈ രണ്ട് പേരെ കപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിയാക്ഷനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. യു ഗോട്ട് ഇറ്റ്. എന്നിട്ട് നമുക്ക് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. D+/H+ന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, റിയാക്ഷൻ നമുക്ക് കിട്ടി. സോ E0 cell is equal to E0 cell minus 0.0591/n log product by reactant ആണ്. or E0 cell is equal to 0.0591, അതിനെ ഞാൻ 0.06 ആയിട്ട് എടുക്കാം, by 2 number of electron transferred 2 ആണ്, log product by reactant, right? പ്രോഡക്റ്റിനെ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് D+² into partial pressure of hydrogen divided by D2 അഥവാ partial pressure of deuterium into H+ concentration square. ഇതാണ് നമുക്ക് കിട്ടുക. പാർഷ്യൽ പ്രഷർ ഓഫ് ബോത്ത് ഗ്യാസസ് 1 ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഈ എക്സ്പ്രഷനിൽ കാര്യമായ വ്യത്യാസം വരുന്നില്ല. അപ്പൊ നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് നെർൻസ്റ്റ് ഇക്വേഷൻ ഒക്കെ എഴുതുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. ആൻഡ് നൗ നമ്മൾ ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ സെല്ല് നമ്മൾ 0 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് സ്റ്റെപ്പ് ഈസ് ക്ലിയർ. ആക്ച്വലി നമ്മൾ എഴുതുന്നത് E cell is equal to E0 cell minus 0.0591/n log product by reactant ആണ്. ഇക്വിലിബ്രിയത്തിൽ ഈ സെല്ല് 0 ആണ്, അതുകൊണ്ട് ഞാൻ E0 സെൽ എന്ന് പറഞ്ഞ് ഈ ഇക്വേഷനെ ഡയറക്റ്റ് എഴുതിയിരിക്കുകയാണ്. ആൻഡ് നൗ ദിസ് ഈസ് ഈക്വൽ ടു E0 സെല്ല് നമുക്ക് എങ്ങനെ കിട്ടും?
കാഥോഡ് മൈനസ് ആനോഡ് എടുത്തു കഴിഞ്ഞാൽ 0 minus -0.003 which is plus 0.003 or 3 into 10 raised to minus 3 is equal to 0.03. ഒരു കാര്യം ചെയ്യാം, 0.06 by 2 log d plus by h plus whole square ആണ്. log a raised to b എന്ന് പറയുന്നത് b log a ആണ്. So 2 cancel ആവുന്നു. So this is 3 into 10 raised to minus 3 is equal to 6 into 10 raised to minus 2 into log d plus by h plus. d plus by h plus ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 10 raised to minus 1 ഉണ്ട്. So log d plus by h plus is equal to 1 by 2 into 10 raised to minus 1 or 5 into 10 raised to minus 2. So 0.05 എന്നുള്ളതാണ് log d plus by h plus. അതുകൊണ്ട് തന്നെ d plus by h plus ന്റെ വാല്യൂ എത്ര? നിങ്ങൾ ആലോചിച്ച് നോക്കണം. log 1 നമ്മൾ പഠിച്ചിരിക്കുന്ന log 1 എന്ന് പറയുന്നത് 0 ആ, log 2 എന്ന് പറയുന്നത് 0.30 ആണ്. അതുകൊണ്ട് തന്നെ 0.05 കിട്ടണമെങ്കിൽ 1ന്റെയും 2ന്റെയും ഇടയിലായിരിക്കണ്ടേ, എന്നാലല്ലേ 0.05 കിട്ടുള്ളൂ. അത് തന്നെ 1നോട് ക്ലോസ് ആയിരിക്കണം. സോ യുവർ ആൻസർ ഷുഡ് ബി 1 point something. അത് 1നോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന വാല്യൂ നമ്മൾ എടുക്കണം. അങ്ങനെയാണ് ഓപ്ഷൻ ബിയിലേക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. ഒരിക്കലും നമുക്കിത് 1 point somethingല് 2 വാല്യൂസ് ഉണ്ട്, 1നോട് വളരെ ക്ലോസ് ആയിരിക്കണം. കാരണം 0.05 എന്നുള്ളത് വളരെ ചെറിയ വാല്യൂ ആണ്. Collision theory is satisfactory for collision. എപ്പോഴും പറയുന്നത് you have two molecules which are colliding. രണ്ട് പേര് simultaneously collide ചെയ്യുന്നതാണ് collision theory explain ചെയ്യുന്നത്. So it has to be a bimolecular elementary reaction, no doubt. A hypothetical reaction തന്നു, അതിന്റെ സ്റ്റെപ്സ് എഴുതിയിരിക്കുകയാണ്. What is the overall order of the reaction എന്ന് ചോദ്യം ഉണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് we know that rate determining step is the slowest step. Therefore നമുക്ക് തന്നിരിക്കുന്ന സ്ലോ സ്റ്റെപ്പ് നമ്മൾ പരിഗണിക്കുകയാണ്. R is equal to K into slow step is an elementary step. So R is equal to K into A into B2 എന്ന് നമുക്ക് എഴുതാം. ഓവറോൾ റിയാക്ഷൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ A2 plus B2 giving 2AB ആണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നാൽ എന്റെ എക്സ്പ്രഷനിൽ A എന്ന് പറയുന്നയാളെ തന്നു. A എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ we should understand A is an intermediate. Intermediates should not be present in a rate law expression. ഇന്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റണം. എങ്ങനെ മാറ്റും? എ ഇൻവോൾവ് ചെയ്യുന്ന മറ്റൊരു റിയാക്ഷൻ ഉണ്ട് which is an equilibrium reaction. So we are able to write the equilibrium constant which is product by reactant. So this is A square by A2. അതുകൊണ്ട് A square is equal to K equilibrium into concentration of A2 or A is square root of K equilibrium raised to half A2 raised to half. അങ്ങനെ നമ്മുടെ എയുടെ മറ്റൊരു എക്സ്പ്രഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും അത് നമ്മുടെ റേറ്റ് ലോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും വേണം. സോ കെ ഇൻറ്റു എക്ക് പകരം കെ ഇക്വിലിബ്രിയം റേസ് ടു ഹാഫ് A2 റേസ് ടു ഹാഫ് എന്ന് എഴുതും. പിന്നെയുള്ളത് B2. അപ്പൊ ഇതിനെ എനിക്ക് വേണമെങ്കിൽ പുതിയൊരു കോൺസ്റ്റന്റ് ആയിട്ട് കെ ഡാഷ് എന്ന് എഴുതാം. സോ കെ ഡാഷ് A2 റേസ് ടു ഹാഫ് B2. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന റേറ്റ് എക്സ്പ്രഷൻ. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തു. A2 എന്ന് പറയുന്നയാളും B2 എന്ന് പറയുന്നയാളും നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ വരുന്നയാളായതുകൊണ്ട് ദാറ്റ് ഈസ് വാലിഡ്. ഇവിടെ ഓവറോൾ ഓർഡർ എഴുതണം. ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു A2 ആൻഡ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു B1. സോ ഓർഡർ 1.5 ആണ്, ഓർ ഇറ്റ് ഈസ് 3/2. What is the molar solubility of Ag2CO3 in 0.1 molar Na2CO3 solution? മോളാർ സോലിബിലിറ്റി കണ്ടുപിടിക്കണം. KSP തന്നിരിക്കുന്നു. അപ്പൊ എന്റെ കയ്യില് നമ്മൾ എടുത്തിരിക്കുന്ന ബീക്കറിൽ Ag2CO3 ഉണ്ട്. അതിന്റെ സോലിബിലിറ്റി കാണണം. അതിന്റെ KSP തന്നു, വിച്ച് മീൻസ് അതിന്റെ ഇക്വിലിബ്രിയം നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് 2Ag plus CO3 2-, റൈറ്റ്? S ആണ് ഇതിന്റെ മോളാർ സോലിബിലിറ്റി എങ്കിൽ 2 Ag plus ഉള്ളത് കൊണ്ട് 2S Ag പ്ലസും SCO3 2- ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ബട്ട് ഹിയർ യു ഷുഡ് സി നമുക്ക് 0.1 മോളാർ Na2CO3 കൂടി നമ്മുടെ സൊല്യൂഷനിൽ തന്നിരിക്കുകയാണ്. അപ്പൊ Na2CO3 എന്ന് പറയുന്നയാൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ട് അയോണൈസ് ഒക്കെ ചെയ്യുന്നു. 0.1 മോളാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി 0.2 മോളാർ Na പ്ലസും 0.1 മോളാർ CO3 2- ആണ് ഉണ്ടാവുക. ബിക്കോസ് 1 Na2CO3 gives you 2 Na plus.
അതുകൊണ്ട് 0.1 മോളാർ ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി Na+ഉം അതേ അളവ് CO3 2- ഉണ്ടാവും. Now when you write the KSP expression എപ്പോഴും ഇക്വിലിബ്രിയം വരുന്ന ആളുടെ എക്സ്പ്രഷൻ ആണ്. So that is equal to Ag plus square into CO3 2-. എപ്പോഴും നമ്മുടെ ബീക്കറിലെ റിയാക്ഷൻ മിക്സ്ചറിലുള്ള ഓവറോൾ കോൺസെൻട്രേഷൻസ് ആണ് ആ റെപ്രസെന്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ടോട്ടൽ എത്ര Ag+ ഉണ്ട്? Ag+ മൊത്തത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ നമ്മുടെ കയ്യിൽ 2s Ag+ ഉണ്ട്. ടോട്ടൽ നമ്മുടെ ബീക്കറിൽ എത്ര CO3 2- ഉണ്ട്? എസ് അത് Ag2CO3 കൊടുത്തതാണ്. 0.1 Na2CO3 കൊടുത്തതാണ്. അപ്പൊ കോമൺ അയോണിന്റെ പ്രസൻസിൽ അയാള് ഫർണിഷ് ചെയ്യുന്ന അളവ് കൂടി നമ്മൾ എടുക്കണമല്ലോ. അപ്പൊ എസ് പ്ലസ് 0.1. എസ് എന്ന് പറയുന്നത് മോളാർ സോളിബിലിറ്റി ഫോർ സ്പാരിംഗ്ലി സോളിബിൾ സോൾട്ട് വളരെ കുറവാണ്. അപ്പൊ എസ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു 0.1. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ് ഈസ് 2s² വിച്ച് ഈസ് 4s² ഇൻറ്റു 0.1. അപ്പൊ KSP യുടെ വാല്യൂ 4 × 10⁻13 ആണ്. 4 എന്തായാലും പോയി. 0.1 ഇവിടെ 10⁻12 ആയി. സോ S is equal to 10⁻6. മോളാർ സോളിബിലിറ്റി ഓഫ് Ag2CO3 S നമ്മൾ കണ്ടുപിടിച്ചു 10⁻6. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബഫർ സൊല്യൂഷൻ? ബഫർ സൊല്യൂഷൻ ആകണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ വീക്ക് ആസിഡ് പ്ലസ് അതിന്റെ സോൾട്ട് ഓഫ് ഫ്രം എ സ്ട്രോങ് ബേസും അല്ലെങ്കിൽ വീക്ക് ബേസ് ആൻഡ് അതിന്റെ സോൾട്ട് ഫ്രം എ സ്ട്രോങ് ആസിഡ് നമുക്ക് വേണം. അപ്പോഴാണ് ആസിഡിക്ക് ബേസിക് ബഫേഴ്സ് ഉണ്ടാവുക. അല്ലെങ്കിൽ വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബഫറിൽ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ആള് എന്റെ കയ്യിൽ വീക്ക് ആസിഡിന്റെയും ഒരു സ്ട്രോങ് ബേസിന്റെയും മിക്സ്ചർ ആണ്. ആസിഡ് എത്രയുണ്ട്? നോർമാലിറ്റി ഇൻറ്റു വോളിയം അല്ലെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് കിട്ടും. സോ 500 × 0.1 എന്ന് പറഞ്ഞാൽ 50 മില്ലി ഇക്വലൻസ് ആസിഡ് ഉണ്ട്. ബേസ് എത്രയുണ്ട് നോക്കി, ബേസ് നോക്കുമ്പോഴും 50 ഉണ്ട്. അപ്പൊ ആസിഡും ബേസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവര് നമുക്ക് സോൾട്ട് ആണ് തരിക. നമ്മുടെ സൊല്യൂഷനിൽ സോൾട്ട് മാത്രമേ ഉള്ളൂ. സോ യു ഹാവ് എ സോൾട്ട് സൊല്യൂഷൻ, സോൾട്ട് ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് എ സ്ട്രോങ് ബേസ്. അതൊരിക്കലും ബഫർ അല്ല. അടുത്തയാളെ നമ്മൾ നോക്കി, എന്റെ കയ്യിൽ CH3COOH വീക്ക് ആസിഡ് ആണ്, HCl സ്ട്രോങ് ആസിഡ് ആണ്. രണ്ട് ആസിഡിനെ എടുത്തത് കൊണ്ട് ഒരു കാര്യമില്ല. സോൾട്ട് ആണെങ്കിൽ വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ സോൾട്ട് മാത്രമായിരിക്കണം. രണ്ട് ആസിഡുകൾ എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബഫർ കിട്ടില്ല. മൂന്നാമത് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസും ആണ്. ആസിഡ് എത്രയുണ്ട്? നോർമാലിറ്റി ഇൻറ്റു വോളിയം ചെയ്യുമ്പോൾ 50 മില്ലി ഇക്വലൻസ് ഓഫ് ആസിഡും ബേസ് നമുക്ക് എടുക്കുമ്പോൾ 100 ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ആസിഡിന് ഒരു ബേസ് വേണം, ഒരു H+ന് ഒരു OH- വേണം. അപ്പൊ എന്റെ കയ്യിൽ 50 ആസിഡും 100 ബേസും ഉണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ സോൾട്ടും ഉണ്ടാവും, പിന്നെ ബാക്കി വന്നിരിക്കുന്ന ബേസും ഉണ്ടാവും. സ്ട്രോങ് ബേസും അതിന്റെ സോൾട്ടും ഒരിക്കലും ബഫർ അല്ല. അടുത്ത അളവ്, അതുകൊണ്ട് യുവർ ഓപ്ഷൻ ഷുഡ് ബി ഡി. അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും നമ്മുടെ കയ്യിലുണ്ട്. ആസിഡ് 500 × 0.2 എന്ന് പറയുമ്പോഴേക്ക് ഇറ്റ് ഈസ് 100 മില്ലി ഇക്വലൻസ് അഥവാ 100 H+ ആണ് അവിടെ ഉള്ളത്. ബേസ് കൺസിഡർ ചെയ്താൽ 50 മില്ലി ഇക്വലൻസ് അല്ലെങ്കിൽ 50 OH- ആണുള്ളത്. അവര് നമുക്ക് സോൾട്ട് തരും. പക്ഷെ സോൾട്ട് തരുമ്പോൾ സോൾട്ട് കുറച്ചേ തരുള്ളൂ, 50 തന്നെ തരുള്ളൂ. ബാക്കി വീക്ക് ആസിഡ് ആയിരിക്കും. വീക്ക് ആസിഡും സോൾട്ടും ബഫർ ആണ്. സോ യുവർ ആൻസർ ഈസ് ഡി. ദ pH ഓഫ് എ സൊല്യൂഷൻ ഈസ് 5. ഒരാളുടെ pH 5 ആണ്. ഇതിലേക്ക് ആസിഡ് ദിസ് സൊല്യൂഷൻ ഓഫ് ആസിഡ് വാസ് ആഡഡ് that its pH value becomes 3. പുതിയ ആളുടെ pH 3 ആയിട്ട് മാറുന്നു. എങ്കിൽ H+ കോൺസെൻട്രേഷനിൽ ഇൻക്രീസ് എത്രയാണ്? pH കുറയുന്നു എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ആസിഡിക് ആയി എന്നർത്ഥം. pH 5 ആണെങ്കിൽ അതിലുള്ള H+ന്റെ കോൺസെൻട്രേഷൻ 10⁻⁻5 ആണ്. pH 3 ആണെങ്കിൽ അതിന്റെ H+ന്റെ കോൺസെൻട്രേഷൻ 10⁻³ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പുതിയ ആളുടെ H+ കോൺസെൻട്രേഷൻ പഴയതുമായിട്ട് കമ്പയർ ചെയ്താൽ 10⁻³ / 10⁻⁵ വിച്ച് ഈസ് 100 ടൈംസ് ആണ് H+ന്റെ കോൺസെൻട്രേഷൻ ആക്ച്വലി കൂടിയിരിക്കുന്നത് പഴയതിനേക്കാളും. സോ യുവർ ആൻസർ ഷുഡ് ബി എ. കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻ. C6H6 plus half O2 giving 6 CO2 plus 3 H2O. സൈൻസ് ഓഫ് ΔH ഉം ΔS ഉം ΔG യും കൊടുത്തു. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു കമ്പഷൻ റിയാക്ഷൻ ആണ്. ആൻഡ് കമ്പഷൻ റിയാക്ഷൻസ് ആർ സ്പോണ്ടേനിയസ് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് ΔG നെഗറ്റീവ് ആണ്. ആൻഡ് ദേ ആർ എക്സോതെർമിക്. അപ്പൊ കമ്പഷൻ റിയാക്ഷൻസ് എക്സോതെർമിക്കും സ്പോണ്ടേനിയസും ആയതുകൊണ്ട് ΔGയും നെഗറ്റീവ് ആണ്, ΔH ഉം നെഗറ്റീവ് ആണ്. ΔS നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? അത് ΔN നോക്കിയാൽ മതി.
എൻട്രോപ്പി ഇതിൽ കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ലിക്വിഡിന്റെ എൻട്രോപ്പി നമ്മൾ പരിഗണിക്കേണ്ട. അപ്പൊ ഇവിടെ 15/2 എന്ന് പറഞ്ഞ 7.5 ഗ്യാസ് ആണുള്ളത്. അത് ടോട്ടൽ 9 ഗ്യാസ് ആവുന്നു. അപ്പൊ എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഗ്യാസസിന്റെ നമ്പർ ഓഫ് മോൾസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കൂടുന്നു. സോ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ്. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. A sample of an ideal gas is expanded 1 meter cube നിന്ന് 3 meter cube expand ചെയ്തിരിക്കുകയാണ്. For which P is equal to kV square എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണേ, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിലെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് കാണണമെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പാൻഷൻ ആൻഡ് ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് എന്നുള്ളത് അറിയാം. We know that റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കേസിൽ നമ്മൾ -nRT log V2/V1 ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓൾറെഡി പിയുടെ എക്സ്പ്രഷൻ തന്നിരിക്കുന്നതുകൊണ്ട് ലെറ്റ് us ഡു ലൈക്ക് ദിസ്. കാരണം W, ദി സ്മോൾ വർക്ക് ഡൺ dW is actually -P into dV. നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും റിവേഴ്സിബിൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. സോ there should be an integration. അപ്പൊ ഇവിടെ വർക്ക് ഡൺ is equal to മൈനസ് P എന്നതിന് പകരം kV² എന്ന് എഴുതാം. കെയുടെ വാല്യൂ 6 ആ. അപ്പൊ kV² പകരം 6V² dV എന്ന് എഴുതാം. ഓൾറെഡി വിയുടെ എക്സ്പ്രഷനിൽ തന്നിരിക്കല്ലേ, അപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യാൻ വളരെ എളുപ്പമായി. സോ ദിസ് ഈസ് ഈക്വൽ ടു -6 into ഇന്റഗ്രൽ V² dV. സോ -6 into ഇന്റഗ്രൽ V² എന്ന് പറയുന്നത് V³/3 ആണ്. ആൻഡ് യു അപ്ലൈ ദ ലിമിറ്റ് ഫ്രം V1 to V2. സോ ദിസ് ഈസ് -6 into V2³ V2³ എന്ന് പറയുന്നത് 3³ minus V1³/3. So that is equal to -6 into 27 minus 1 എന്ന് പറയുന്നത് 26/3 ആണ്. So that is equal to -52 ആണ് നമുക്ക് ആൻസർ കിട്ടുക. But wait, you should look their unit. പ്രഷർ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇക്വേഷൻ പ്രകാരം ബാറിലാണ്, ശരിയല്ലേ? വോള്യം നമ്മൾ എടുത്തിരിക്കുന്നത് മീറ്റർ ക്യൂബിലാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് ഡൺ ബാർ മീറ്റർ ക്യൂബിലാണ് നമുക്ക് കിട്ടുക. സോ വർക്ക് ഡൺ is equal to -52 bar meter cube. This is our expression. എനിക്ക് ഇതിനെ SI യൂണിറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഒരു ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കൽ ആണ്. അപ്പൊ ഇനി എന്തായി? SI യൂണിറ്റിലേക്ക് മാറ്റിയാൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി SI യൂണിറ്റിലുള്ള വർക്ക് ഡൺ ജൂൾ ആണ്. ഓർ ദിസ് ഈസ് -52 into 100 കിലോ ജൂൾ എന്ന് നമുക്ക് പറയാം. സോ -5200 കിലോ ജൂൾ ആണ് നമുക്കുള്ള ആൻസർ. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ കണ്ടുപിടിക്കുന്ന വർക്ക് ഡൺ, ഇറ്റ് ഈസ് ആക്ച്വലി വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. Therefore it will be +5200 കിലോ ജൂൾ. അത് ശ്രദ്ധിക്കണം. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു +5200 കിലോ ജൂൾ. ഹെൻസ് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം ഇതാണ്. What is the energy content per photon for light frequency 4.2 into 10⁻14 hertz? So this is a simple question. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ഫ്രീക്വൻസി തന്നിരിക്കുന്നു which is 4.2 into 10⁻14 hertz. കണ്ടുപിടിക്കേണ്ടത് എനർജി കണ്ടന്റ് പെർ ഫോട്ടോൺ ആണ്. സോ E ഈസ് ഈക്വൽ ടു H. നമുക്ക് ഇത് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. ഇതിലാകെ നമുക്ക് Hന്റെ വാല്യൂ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് ഈസ് 6.626 into 10⁻34 ജൂൾ സെക്കൻഡ് into 4.2 into 10⁻14 നമ്മൾ ചെയ്യുന്നു. എന്തായാലും നമുക്ക് ഇത് കിട്ടുന്നത് 10⁻20 ആണ്. 6.6 into 4.2 ചെയ്യുമ്പോൾ 24-25 കൂടും. സോ ഇറ്റ് ഷുഡ് ബി 28 സംതിങ്. ഓർ ഇറ്റ് ഈസ് 2.8 into 10⁻19. യുവർ ആൻസർ should be minus. അത്രയും ജൂൾ ആയിരിക്കും കിട്ടുക. Therefore your answer will be option C. അടുത്ത ചോദ്യം ഇതാണ്. Which of the following statement does not form part of Bohr model of hydrogen atom? ഇതിൽ ബോർ പറയാത്തത് ഏത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന്, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഓർബിറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ്. യെസ്, എനർജി -RHZ² by n² ചെയ്യുമ്പോൾ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. പെർട്ടിക്കുലർ വാല്യൂസ് ഓഫ് എനർജീസ് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ്. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി, ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഒക്കെ ബോറിന്റെ കോൺസെപ്റ്റ് ആണ്. The electron in the orbit which is nearest to the nucleus has the lowest energy. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ന്യൂക്ലിയസിന് അടുത്തേക്ക് ഒരു ഇലക്ട്രോൺസ് വരുമ്പോൾ അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ സ്റ്റെബിലിറ്റി ഓൾവേസ് ഡിക്രീസസ് എനർജി. അതുകൊണ്ട് അടുത്തുള്ളവരുടെ എനർജി കുറവും ദൂരെയുള്ളവരുടെ എനർജി കൂടുതലുമാണ്. അഥവാ അടുത്തുള്ളവരുടെ എനർജി മോർ നെഗറ്റീവും
ദൂരെയുള്ളവരത് ലെസ് നെഗറ്റീവ് ആണ്. സോ ദാറ്റ് ഈസ് ട്രൂ. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് അടുത്താണെങ്കിൽ എനർജി കുറവാണ്, ദൂരേക്ക് പോകുമ്പോഴാണ് എനർജി കൂടുക. അതാണ് ഓഫ് ബോർ പ്രിൻസിപ്പിൾ ഒക്കെ പറയുന്നത്. ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ഓർബിറ്റ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഡിഫറെന്റ് ഓർബിറ്റിൽ കറങ്ങുന്നു. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. പല ഓർബിറ്റലുകളിലായിട്ട് ഫസ്റ്റ് ഷെല്ല് സെക്കൻഡ് ഷെല്ലിലായിട്ട് കറങ്ങുന്നുണ്ട്. പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഓർബിറ്റ് കനോട്ട് ബി ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി. അത് ബോർ അല്ല പറഞ്ഞു തരുന്നത്, അത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് ബോർ പറയാത്ത കാര്യമായിട്ട് ഓപ്ഷൻ ഡി എടുക്കാം. 44 gram ഓഫ് എ സാമ്പിൾ ഓൺ കംപ്ലീറ്റ് കമ്പഷൻ ഗിവ്സ് യു. ഒരാളെ മുഴുവനായിട്ട് നമ്മൾ കത്തിച്ചപ്പോ കമ്പഷൻ ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. നമുക്ക് 88 gram കാർബൺ ഡൈ ഓക്സൈഡ്, 1 mol കാർബൺ ഡൈ ഓക്സൈഡ് 44 gram ആണ്. 88 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി എന്ന് പറഞ്ഞാൽ 2 mol കാർബൺ ഡൈ ഓക്സൈഡും 36 gram ഓഫ് വാട്ടർ കിട്ടി. ഒരു വാട്ടർ 18 ആണ്, അപ്പൊ 36 gram എന്ന് പറഞ്ഞാൽ 2 വാട്ടർ ഉണ്ടാവും. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്കിയേ, ഇതിൽ 2 കാർബൺ ഉണ്ടാവണമെങ്കിൽ എന്റെ കയ്യില് കോമ്പൗണ്ടിൽ 2 കാർബൺ ഉണ്ടാവണം. ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ 4 ഹൈഡ്രജൻ ഉണ്ടാവണം. അപ്പൊ എന്റെ കോമ്പൗണ്ടിൽ എന്തായാലും 2 കാർബണും 4 ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പായി. അപ്പൊ തന്നെ ഓപ്ഷൻ ആയി കഴിഞ്ഞു. ഓപ്ഷൻ സി. ഓക്സിജനെ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയെന്നോ, ഞാൻ ഈ C2H4 എഴുതുമ്പോ 2 കാർബൺ 24ഉം 4 ഓക്സിജനും കൂടി 28 അതിന്റെ മാസ് വരിക. പക്ഷെ 44 gram അല്ലേ എന്റെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഒരു 16 കൂടി ആഡ് ചെയ്താലല്ലേ നമുക്ക് 44 കിട്ടുള്ളൂ. സോ ഓരോ ഓക്സിജനും കൂടി അതിലുണ്ട്. C is your answer. The volume of a drop of water is 0.0018 ml. അപ്പൊ വോള്യൂം എന്ന് പറയുന്നത് ഞാൻ അതിന് 18 × 10⁻⁴ ml ആണെന്ന് മനസ്സിലാക്കുക. വെള്ളത്തിന്റെ വോള്യൂം. വെള്ളത്തിന്റെ ഡെൻസിറ്റി 1 gram/ml ആയതുകൊണ്ട് തന്നെ മാസ് ഓഫ് വാട്ടറും 18 × 10⁻⁴ gram എന്ന് എഴുതാം. ബിക്കോസ് ഡെൻസിറ്റി 1 gram/ml ആണ്. Then number of water molecules present in 2 drops. അപ്പൊ ഒരു ഡ്രോപ്പിന്റെ കാര്യമാണ് നമ്മളിപ്പോ എഴുതിയത്. ഒരു ഡ്രോപ്പിന്റെ വോള്യൂം ആണ് ഇത്രയും പറഞ്ഞത്. 2 ഡ്രോപ്പിൽ എത്ര വാട്ടർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഒരു ഡ്രോപ്പിലുള്ളത് ആദ്യം കണ്ടുപിടിക്കാം, പിന്നെ ഇൻറ്റു 2 ചെയ്താൽ പോരെ. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O in 1 drop of water is equal to mass by molar mass. So that is equal to 10⁻⁴ mole. ഒരു ഡ്രോപ്പില് 10⁻⁴ mole ഉണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O in 2 drops എത്രയാ? 2 ഡ്രോപ്പില് 2 × 10⁻⁴ mole ഉണ്ട്. Or that is equal to 2 × 10⁻⁴ into Avogadro number of water molecules. So 12 × 10⁻⁹ H2O molecules ആണ് നമുക്ക് ഉണ്ടാവുക. So your answer will be option A. അടുത്ത ചോദ്യം ഇതാണ്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ combine to form H2O and H2O2 containing 5.93% and 11.2% hydrogen respectively. The data illustrate. നമ്മുടെ കയ്യിലെ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന 2 എലിമെന്റ്സ് H2O2 ആൻഡ് H2O എന്ന ഡിഫറെന്റ് ആയിരിക്കുന്ന കോമ്പൗണ്ട്സ് തന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണെന്ന് പറയാൻ സാധിക്കണം. അതല്ലാതെ നമുക്ക് ഡാറ്റ വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാനും പറ്റും. എങ്ങനെ? ഇപ്പൊ പറഞ്ഞിരിക്കുന്നു H2O2 ഹൈഡ്രജൻ 5.93% ആണ് എങ്കിൽ ഓക്സിജൻ എത്രയാ? 100 - 5.93 which will be 94.07%. അപ്പൊ നോക്കണേ, എന്റെ കയ്യില് ഹൈഡ്രജൻ 1 gram ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് 5.93 gram ഹൈഡ്രജൻ ഉണ്ടാകുമ്പോ 94.07 gram ഓക്സിജൻ ഉണ്ടാവും. എന്റെ കയ്യിൽ 1 gram ഹൈഡ്രജൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഓക്സിജൻ എത്രയാ? 94.07 by 5.93 which is around 15.86. Now let us consider H2O. H2Oയുടെ കേസിൽ ഹൈഡ്രജൻ 11.2% അഥവാ 11.2 gram ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ 100 - 11.2 which is 88.8 gram ഓക്സിജൻ ഉണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് 1 gram ഹൈഡ്രജൻ ആണെങ്കിൽ ഓക്സിജൻ എത്രയാ? 88.8 by 11.2 which is 7.9. അപ്പൊ ഇവിടെ നോക്കിയേ, സെയിം മാസ് ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ ഓഫ് ഓക്സിജൻ in H2O2 and H2O is 15.86:7.9 which is 2:1. അപ്പൊ ഡിഫറെന്റ് മാസസിന്റെ റേഷ്യോ സിമ്പിൾ റേഷ്യോയിലാണ് എന്ന കോൺസെപ്റ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു തന്നു. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ? ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ.
ഓരോന്നും ചെക്ക് ചെയ്യാം. ആദ്യത്തെ കേസിൽ നമുക്ക് Ag +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, സെക്കൻഡിൽ അത് 0 ആണ്. അപ്പൊ അവിടെ റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ നടന്ന പാരലലി ഒരു ഓക്സിഡേഷൻ നടക്കൂലേ, സിങ്ക് ഓക്സിഡേഷൻ നടന്നു. എന്നാൽ താഴെയുള്ള കേസുകളിലൊക്കെ ബേരിയം 2+ ആണ്, സൾഫേറ്റ് 2- ആണ്, H+1 ആണ്, O2 2-, അത് അതേപോലെയുണ്ട്. There is no change in oxidation state for the rest of the system. So your answer is A. Oxidation state of sulfur in anions SO3 2-. SO3 2- സൾഫറിന്റെ കണ്ടുപിടിക്കണം. സൾഫർ +3 ഓക്സിജൻ ആണ് -2 തരേണ്ടത്. സൾഫർ ഒരു ഓക്സിജൻ -2 ആണ്, 3 ഓക്സിജൻ -6 ആണ്. സോ സൾഫറിന് അവിടെ +4 ആണ്. രണ്ടാമത്തെ ആള് S2O4 2- ആണ്. 2 സൾഫറും 4 ഓക്സിജന്റെയും ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ -2 തരണം. 2 സൾഫർ ഒരു ഓക്സിജൻ -2 ആണ്, 4 ഓക്സിജൻ -8 ആണ്. സോ 2 സൾഫർ 6 തരും. സൾഫർ ഈസ് ഈക്വൽ ടു +3. അടുത്തത് S2O6 2- ആണ്. 2 സൾഫറും 6 ഓക്സിജനും കൂടി ചേർന്നാൽ അപ്പൊ 6 ഓക്സിജൻ 12 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2. 2s ഈസ് ഈക്വൽ ടു 10 or s ഈസ് ഈക്വൽ ടു +5. അപ്പൊ അതുകൊണ്ട് ഇൻക്രീസിംഗ് ഓർഡർ എഴുതുമ്പോൾ +3 ഉള്ള S2O4 2-, പിന്നെ SO3 2- ആൻഡ് S2O6 2-. അടുത്ത ചോദ്യം നമുക്ക് ഇന്റിജർ ടൈപ്പ് ചോദ്യമാണ്. നമ്പർ ഓഫ് ദി മോളിക്യൂൾസ് ഫ്രം ദി ഫോളോയിങ് വിച്ച് ക്യാൻ എക്സിബിറ്റ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇഫ് ദി ഹൈഡ്രജൻ ഈസ് ബോണ്ടഡ് ടു മോർ ഇലക്ട്രോനെഗറ്റീവ് എലിമെന്റ്സ് ലൈക്ക് ഫോൺ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഒന്നാമത്തെ കേസിൽ OH ഹൈഡ്രജൻ ഓക്സിജന്റെ കൂടെ ബൈൻഡഡ് ആയതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. H2O ഹൈഡ്രജനും ഓക്സിജനും ബൈൻഡ് ആയതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. മൂന്നാമത്തതിൽ പോസിബിൾ അല്ല, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ, അതിൽ പറ്റില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ ഓക്സിജന്റെയോ നൈട്രജന്റെയോ ഫ്ലൂറിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ടിങ് തരുള്ളൂ. HF ഹൈഡ്രജൻ ഫ്ലൂറിന്റെ കൂടെയാണ്, NH3 ഹൈഡ്രജൻ നൈട്രജന്റെ കൂടെയാണ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് 5 പേരാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ആക്ച്വലി കാണിക്കുന്നത്. ഫോർ എ സർട്ടൻ റിയാക്ഷൻ അറ്റ് 300 Kelvin, K is equal to, so that should be equilibrium constant is equal to 10. Then delta G0 for the reaction is X into 10⁻⁻1 kilojoule per mole. What is X? നമുക്കറിയാം ഡെൽറ്റ G0യും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ G0 is equal to 2.303 RT log K. So that is 2.303 into R 8.314 joule per Kelvin per mole into temperature 300 into log 10. Log 10 1 ആണ്. നമ്മൾ ഇതെല്ലാം സോൾവ് ചെയ്യുമ്പോഴേക്ക് യു ഗെറ്റ് 5736.66 ജൂൾ, ഓർ ദാറ്റ് ഈസ് 5 കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5.736 into 1000 അഥവാ അത്രയും കിലോ ജൂൾ ആണ്. പക്ഷെ നമുക്ക് ഇതിനെ സംതിങ് into 10⁻⁻1 കിലോ ജൂളിലേക്ക് എഴുതണം. സോ ഇറ്റ് ഈസ് 57.36 into 10⁻⁻1 കിലോ ജൂൾ. 57.36 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 57 എന്ന് എഴുതിയാൽ മതി. 0.36 അല്ലെ, നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ യുവർ ആൻസർ ഈസ് 57. അടുത്ത ചോദ്യം ഇതാണ്. കൺസിഡർ ദ ഫിഗർ പ്രൊവൈഡഡ്. 1 mole of an ideal gas is kept in a cylinder fitted with a piston at the position A. അപ്പൊ ഇനീഷ്യലി ഇതാണ് നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോള്യം 10 liters ആണ്, അതിനകത്താണ് ഗ്യാസ് ഉള്ളത്. At 18 degrees Celsius, so temperature is 273.15 plus 18, which is equal to 291.15 Kelvin. If the piston is moved to B, piston B ലേക്ക് കൊണ്ടുവന്നാൽ keeping the temperature unchanged, X liter ATM work is done. What is the work? Reversible processൽ ഈ വർക്ക് എത്രയാണെന്ന ചോദ്യം. അപ്പൊ ഈ പൊസിഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ വോള്യം 100 liters ആയി. കാരണം 90 liters ഇവിടെ ഉണ്ട്, 10 liters ഇനീഷ്യലി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്ക് ഒരു റിവേഴ്സിബിൾ എക്സ്പാൻഷൻ നടന്നപ്പോഴേക്ക് 100 liters ആയി. വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ റിയാക്ഷൻ ഈസ് -2.303 nRT log V2/V1. So that is -2.303 into number of moles 1. R is 0.08206 liter ATM per Kelvin per mole. Temperature 291.15 log 100/10 V2/V1. log 10 1 ആണ്. ബാക്കിയുള്ളത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ യു ആർ ഗെറ്റിംഗ് 55. So your answer will be 55. Liter ATMിലാണ്. So 55 will be your answer. അടുത്ത ചോദ്യം. The reaction of the sulfur in alkaline medium is given value of A. So this is a balanced equation.
ബാലൻസിങ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? ഒന്ന് S8 S2- ആയിട്ട് മാറുന്നു. അപ്പൊ 8 സൾഫർ ഉണ്ടാവണം. ചാർജ് ബാലൻസ് ചെയ്യാൻ 16 ഇലക്ട്രോൺസിന് എടുത്തു. ഫസ്റ്റ് ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ആൽക്കലൈൻ മീഡിയത്തിലാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഇക്വേഷനിലും സൾഫറിന് തന്നെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും നടന്നത്. അപ്പൊ അടുത്തൊരു സൾഫർ S2O3 2- ആവുന്നു. ഞാൻ ഇവിടെ നോക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനെ 4 സൾഫറിന് കാണിക്കണം. മാത്രമല്ല നമുക്ക് 12 ഓക്സിജൻ ഉണ്ട്. അപ്പൊ അത്ര തന്നെ H2O നമ്മൾ ആഡ് ചെയ്ത് അതിന്റെ ഇരട്ടി ആൽക്കലൈൻ മീഡിയ ആയതുകൊണ്ട് OH- ആഡ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് നമ്മൾ ഇനി ചാർജ് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 24 നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ 8 നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ 16 നെഗറ്റീവ് ചാർജ് റൈറ്റ് സൈഡിൽ വേണം. രണ്ട് ഇക്വേഷനും കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതി. 1 + 2 = അപ്പൊ 16 16 ക്യാൻസൽ ആയിക്കോളും. യു ഹാവ് 24 OH- പ്ലസ് S8 S8 2 S8 ആണ് ഗിവിംഗ് 8 S2- പ്ലസ് 4 S2O3 2- പ്ലസ് 12 H2O. അഥവാ ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 12 OH- പ്ലസ് 1 S8 ഗിവിംഗ് 4 S2- പ്ലസ് 2 S2O3 2- പ്ലസ് 6 H2O. നമുക്കിവിടെ S8 ഒരു S8 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് OH- നമ്പർ എത്രയാണ്, A എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 12. 24 എന്ന് എഴുതരുത്. ക്വസ്റ്റ്യനിൽ ഒരു S8 കറസ്പോണ്ടിങ് ആയിരിക്കുന്ന ഇക്വേഷൻ ആയിരുന്നു ആവശ്യം. See the last question. For the reaction N2O4 gas giving 2NO2 gas, Kp is equal to 0.492 atm at 300 Kelvin. What is Kc? Relation Kp is equal to Kc RT raised to delta N. Here delta N is equal to number of moles of gaseous product minus reactant is 1. So Kp is equal to Kc into RT, or Kc is equal to Kp by RT. Kp 0.492 atm ആണ്. R 0.082 or 1/12. Temperature is 300 Kelvin. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു. So that you are getting 1.968 into 10⁻². 1.9 നമ്മൾ 2 into 10⁻² ആയിട്ട് എഴുതണം. കാരണം your answer should be 2. Ready? So that's about the discussion. Thank you.